നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന കാര്യം, അവർ നിങ്ങളെക്കുറിച്ച് കറൻറ്റ്ലി ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്നൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത്, ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു റീഡിങ്സ് കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യുക. റെസനൻ്റ് ആയിട്ടുള്ളൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വരുത്തേണ്ടത്, ഏത് രീതിയിലാണ് ഈ ഒരു റിലേഷനെ കൊണ്ടുപോകേണ്ടത്, എത്രത്തോളം സന്തോഷവും സമാധാനവും ഐക്യവുമാണോ ബന്ധത്തിൽ വേണ്ടത്, അത് നിങ്ങൾ എല്ലാ ദിവസവും അഫർമേഷൻസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക, നിരന്തരം എഴുതുക. തീർച്ചയായിട്ടും നിങ്ങളുടെ നെഗറ്റീവ് എനർജികൾ പുറത്തു പോവുകയും പോസിറ്റീവായ കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അഫർമേഷൻസ് എഴുതുക, മാനിഫെസ്റ്റേഷനാണ് അഫർമേഷൻസ്. തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. നിങ്ങളത് എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നാലും നിങ്ങളത് എഴുതി മുന്നോട്ടേക്ക് പൊയ്ക്കോളുക. കർമ്മ ഹീലിംഗ് സംഭവിക്കാനും ഒക്കെ തന്നെയാണ് നമ്മൾ അഫർമേഷൻസ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാമാണോ വേണ്ടത് അതെല്ലാം നിങ്ങൾ നേടിയെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. കൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടാതെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിലെ കറൻറ്റ്ലി നടക്കുന്നത്, പാസ്റ്റിൽ സംഭവിച്ചത്, ഫ്യൂച്ചറിലേക്ക് എന്താണ് വരാൻ പോകുന്നത്, ഇതെല്ലാം നമുക്ക് റീഡിങ്സിൽ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കുമ്പോൾ ബ്ലോക്കേജുകൾ ഉണ്ടെങ്കിലും തടസ്സങ്ങളുടെ കാരണവും അത് മറികടക്കാനുള്ള മാർഗവും, നെഗറ്റീവ് തേർഡ് പാർട്ടി പ്രസൻസ്, ബ്ലാക്ക് മാജിക്, എന്ത് കാര്യങ്ങളാണോ നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾക്കിടയിൽ നിൽക്കുന്നത് അതെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാനും അതിന് വേണ്ട പോംവഴികൾ കണ്ടെത്താനും നിങ്ങളെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അവർ ശരിക്കും നിങ്ങളുടെ മുന്നിൽ അവർക്ക് ഉണ്ടായിരുന്ന ഒരു സ്നേഹത്തെ അവർ ഹോൾഡ് ചെയ്തിരുന്നു. നിങ്ങളിലേക്ക് അവരൊരിക്കലും, അവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന എത്രത്തോളം ആഴമുള്ള സ്നേഹമാണോ, നിങ്ങളെ അവർ എത്രത്തോളം വാല്യുബിളായിട്ടാണോ കണ്ടിരുന്നത്, നിങ്ങളോട് എത്രത്തോളം റെസ്പെക്റ്റ് ഉണ്ടായിരുന്നോ, നിങ്ങളെ അവർ എത്രത്തോളമാണ് ആരാധിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത്, ഇതെല്ലാം അവർ വളരെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ എപ്പോഴും നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഇങ്ങനെ തീർക്കുമായിരിക്കും, ഒരു സെപ്പറേഷൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആണെങ്കിലും, നിങ്ങളിപ്പോൾ കണക്റ്റഡ് ആയിട്ട് പോകുന്ന ബന്ധമാണെങ്കിലും, നിങ്ങൾക്ക് ആ ഒരു റിലേഷനിൽ എവിടെയോ എന്തോ ഒരു മതിൽക്കെട്ട് പോലെ, ഒരു അതിർവരമ്പുള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ ഒരു മെസ്സേജ് അയക്കാനോ, ഒന്ന് കോൾ വിളിക്കാനോ, നിങ്ങളെ ഒന്ന് കാണാനോ, ഇതിനെല്ലാം അവരെപ്പോഴും ഒരു വിമുക്തത പ്രകടിപ്പിച്ചിരുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഫീലിങ്സ് നിങ്ങളിലേക്ക് എപ്പോഴും അവർ ഇട്ട് തരുമായിരുന്നു. അതായത് അവർ ഈ ഒരു ബന്ധത്തിൽ അത്രത്തോളം കണക്റ്റഡ് അല്ല, അവർക്ക് അത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, അവർ ഈ ഒരു ബന്ധത്തിൽ കമ്മിറ്റഡ് അല്ല, പൂർണ്ണമായിട്ടും കമ്മിറ്റഡ് അല്ല എന്നുള്ള ഒരു ഫീലിങ്സ് നിങ്ങളിലേക്ക് അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവരുടെ ആഴത്തിലുള്ള സ്നേഹത്തെ അവർ മറച്ചു പിടിച്ചുവെന്നും, അതല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പ്രകടിപ്പിക്കാൻ അറിയില്ലാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടർ എനർജിയുള്ള, പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിട്ടും നമുക്ക് നിങ്ങൾ ഈ മനസ്സിൽ വിചാരിച്ച വ്യക്തിയെ കാണേണ്ടി വരും കേട്ടോ. ഡിസംബർ മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജി നല്ല കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഒരു ഹോൾഡ് എനർജിയാണ്. അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ടായിട്ടും അതെല്ലാം നോ പറഞ്ഞുകൊണ്ട് നിങ്ങളെ അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അവർക്കൊരു സ്പെഷ്യൽ ആയിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സ്പെഷ്യൽ എനർജി,
ഒരു പ്രാധാന്യമുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു ഹെൽത്തി ഫീലിങ്സോട് കൂടിയുള്ള മനസ്സുകൊണ്ട് അവർക്ക് നിങ്ങളുടെ ബന്ധത്തെ ഹെൽത്തി ഫീലിങ്സ് ആയിട്ട് തന്നെയാണ് കണക്റ്റ് ചെയ്ത് നിർത്തിയിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇതിനകത്ത് ഈ ഹോൾഡ് ചെയ്ത, അതായത് അവരുടെ ഇമോഷൻസിനെയൊക്കെ അവർ വളരെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്തിരുന്നതിൽ നിന്ന് ഓവർകം ചെയ്യാൻ, ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആവാൻ അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിടയിൽ ചെയ്തിരുന്ന ആ ഒരു അതിർവരമ്പ്, അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചിരുന്ന ആ ഒരു വിമുഗ്ധത, അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ, ഇതെല്ലാം ഒന്ന് മാറി നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും ഒന്ന് കണക്റ്റഡ് ആവണം, കമ്മിറ്റഡ് ആവണം. അത് പൂർണ്ണമതയോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ കണക്റ്റഡ് ആവണമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ചിന്തകൾ തെറ്റായിരുന്നു, അല്ലെങ്കിൽ അവരെടുത്ത ആക്ഷൻസൊക്കെ മിസ്റ്റേക്ക് ആയിരുന്നു, കറക്റ്റ് അല്ല, അങ്ങനെ അല്ലായിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ളതൊക്കെ ഇപ്പം അവരിൽ കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ഒരു തോട്ട്സ്, അല്ലെങ്കിൽ അവരുടെ ഒരു രീതികളെന്നൊക്കെ പറയുന്നത് അവർ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളൊരു ചിന്ത, നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ വരുത്തുക, നോ കോണ്ടാക്റ്റിലേക്ക് പോകുക, നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ഒന്നും നൽകാതിരിക്കുക, നിങ്ങൾക്ക് യാതൊരു രീതിയിലുമുള്ള ഒരു പ്രാധാന്യം അവരുടെ ലൈഫിൽ അവർ നൽകാതിരുന്നത്, അതവർ അറിഞ്ഞുകൊണ്ട് അത് ആ ചെയ്യുന്നതാണ് ശരിയെന്നുള്ള ഒരു ചിന്തയായിരുന്നു അവരെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. പക്ഷെ ഇപ്പോൾ അവർക്ക് അത് തെറ്റായിരുന്നു, അവർ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യമാവുന്നുണ്ട്. കാരണം കയ്യിലിരുന്നതും ഇല്ല, ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. അവർ ചിന്തിച്ച പോലൊന്നുമല്ല ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ അവരുടെ ലൈഫിൽ അവർക്കൊരു ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു കറക്റ്റായിട്ടൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ആ ഒരു സമയത്ത് അവർ പോസിറ്റീവായിട്ട് ചിന്തിച്ചതെല്ലാം തെറ്റായതുകൊണ്ട് ഇപ്പം അവരെടുക്കാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു വല്ലാത്തൊരവസ്ഥ അവരെ പിടികൂടിയതായിട്ട് കാണുന്നുണ്ട്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. തെറ്റിദ്ധാരണയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപക്ഷെ നിങ്ങളുടെ ക്യാരക്ടറിനെയൊക്കെ അവർ തെറ്റിദ്ധരിച്ചതായിട്ട് കാണുന്നു. നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ അവരുടെ ഇടയിലേക്ക് മറ്റാരിൽ നിന്നൊക്കെയോ പകർത്തപ്പെട്ട ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ ഒരു ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്തെടുത്ത് നിന്നും അൺഹെൽത്തി ഫീലിങ്സിലേക്ക് ഒരു ബന്ധത്തെ കൊണ്ടുപോകുവാൻ പലരുടെയും പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. അവർ ശരിക്കും ഇപ്പം ചിന്തിക്കുന്നുണ്ട്. ശരി തെറ്റുകളെയും അവരെടുത്ത ആക്ഷൻസിനെയും മറ്റുള്ളവർക്ക് ചെവി കൊടുത്തതിൻ്റെയും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ നിന്നതിൻ്റെ എല്ലാം കുറ്റബോധം അവരിൽ ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. കാരണം അവർക്ക് വലിയൊരു തെറ്റുപറ്റി, അവരുടെ ലൈഫിൽ അവരെടുത്ത തീരുമാനങ്ങൾ ഒരു ബിഗ് മിസ്റ്റേക്കായിട്ടാണ് അവരിപ്പം കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അബണ്ടൻസ്, നിങ്ങൾ കൊടുത്ത റെസ്പെക്റ്റ്, നിങ്ങൾ എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു എന്ന ആ ഒരു അവസ്ഥ, ഇതെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതായത് നിങ്ങളെ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ റിലേഷനിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് കേട്ടോ. അതായത് ഇവിടെ ഒരു സെപ്പറേഷൻ പീരീഡിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ന്യൂ ബിഗിനിങ് എനർജിയാണ്. 0യിൽ നിന്നും 1 എന്നുള്ളൊരു തുടക്കത്തെയാണ് അവരിപ്പോൾ മനസ്സിൽ കാണുന്നത്. അതായത് എല്ലാ തെറ്റുകളെയും തിരുത്തി, എല്ലാം മനസ്സിലാക്കി, ചുറ്റുപാടുമുള്ള എല്ലാ എനർജികളെയും മനസ്സിലാക്കി, നിങ്ങളുടെ വാല്യൂ എത്രത്തോളം പൂർണ്ണമാണ് എന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു റീയൂണിയൻ എനർജിയാണ് അവർ കറൻറ്റ്ലി ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മെച്യൂരിറ്റിയോടുകൂടി കുറച്ചൊരു ദീർഘവീക്ഷണം വേണമായിരുന്നു എന്ന് അവർ വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഈ ബന്ധത്തിനിടയിൽ ഫാദർ എനർജിയുടെ, ഗാർഡിയൻ എനർജി ആയിട്ടുള്ള ആരുടെയെങ്കിലും ഒരു നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളെ കണക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സപ്പോർട്ടിങ്ങോ തീർച്ചയായിട്ടും ഇതിനകത്ത് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ അത് നല്ല രീതിയിലാവാം, അതല്ലെങ്കിൽ മോശം രീതിയിലാവാം. പക്ഷേ ആ സാഹചര്യത്തെ, മോശമാണെങ്കിൽ ആ സാഹചര്യത്തെ മറികടക്കുക എന്ന ഒരു ദൃഢനിശ്ചയം നിങ്ങളുടെ വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. പാസ്റ്റിലെ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ
അവർ വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതായത് നഷ്ടത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ നൽകിയ പ്രസൻസ്, നിങ്ങളുടെ പ്രസൻസിൻ്റെ ആഴത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങളിലേക്ക് അവർ വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്നു. അത് തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ഒരു തിരിച്ച് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം, കാര്യങ്ങളെല്ലാം ഒരു കൊടുങ്കാറ്റിൻ്റെ മൈൻഡോട് കൂടിയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് സഡൻ ആക്ഷൻ എടുക്കുക എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇത് എപ്പോഴെങ്കിലും ഒരു റിയൂണിയൻ പ്രസൻസ് അല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സഡൻ നിങ്ങളിലേക്ക് ഒരു വ്യക്തിയുടെ പ്രസൻസ് വരാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരതിനുവേണ്ടി തയ്യാറാണ്. കാരണം നിങ്ങൾക്കിടയിലേക്ക് വരാൻ അവർക്ക് യാതൊരുവിധ കൺഫ്യൂഷനുമില്ല. കാരണം അവർ ഉറച്ച തീരുമാനത്തിലാണ്. എത്ര വലിയ പ്രതിസന്ധി, എത്ര വലിയ ആൾ ഇവിടെ തടസ്സമായിട്ട് നിന്നാലും അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് അവർ തീർത്ത അതോറിറ്റി, അവരെപ്പോഴും ഒരു ബൗണ്ടറി തീർത്ത് ഈഗോ എനർജിയിൽ നിന്നതെല്ലാം നിങ്ങളുടെ റിലേഷനെ വല്ലാതെ ബാധിച്ചിട്ടുള്ളതായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് എന്തൊക്കെയോ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു കേട്ടോ. പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ നിങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ട സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസുകൾ ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻസും എല്ലാം നിങ്ങളുടെ ഇടയിലെ ഒരു സെപ്പറേഷന് കാരണം, തടസ്സങ്ങൾക്ക് കാരണമായിരുന്നു. അതുപോലെ ഒരു ഗാർഡിയൻ, ഒരു ഏജ്ഡ് ആയ ഒരു ഓൾഡ് മെൻ്റെ എനർജി, മസ്കുലൻ എനർജി ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ പാസ്റ്റിൽ വളരെ അധികം കൈകടത്തിയ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മറികടക്കാനാണ്, ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്തിട്ടാണെങ്കിലും മറികടക്കാനുള്ളൊരു ലക്ഷ്യം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട്. അവർ വളരെ ശക്തമായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ശക്തമാകുന്നൊരു കമ്മ്യൂണിക്കേഷൻ. അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനുണ്ട്, നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാനുണ്ട്. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് എനർജിയിലേക്ക് അവരുടെ ചിന്തകൾ മാറുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന മറ്റൊരു എനർജി ഇമോഷണൽ ബാലൻസ് ആണ് കേട്ടോ. പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇമോഷണലി നല്ല ഈഗോ ഉണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞതുപോലെ നമ്മളവിടെ കണ്ടില്ലേ, ഹോൾഡ് ചെയ്യുന്നൊരു ക്യാരക്ടർ, ഇമോഷൻസിനെയൊക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ളതൊന്നും അവർ തുറന്നു പറഞ്ഞിരുന്നില്ല എന്നുള്ളൊരു എനർജി വളരെ ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ സിറ്റുവേഷൻസിൽ നിന്നും ശരിക്കും ഇതിനകത്ത് സിംഗിൾ എനർജി ആണെങ്കിലും നിങ്ങളെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയ എനർജികളുമെല്ലാം മാര്യേജിലേക്കാണ് കേട്ടോ. നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയ മാറ്റം വിവാഹ യോഗത്തിലേക്ക്, വിവാഹത്തിൻ്റെ ഒരു ടൈമിങ്ങിലേക്കാണ്, ഒരു സെക്കൻഡ് ചാൻസ് എനർജിയിൽ നമുക്ക് ഈ ഒരു ബന്ധത്തെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ മറ്റു ചില എനർജികളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇമോഷണലി നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ചെറിയ മധ്യസ്ഥതയോടുകൂടി തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ക്ലിയർ ആകുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. സെക്കൻഡ് ചാൻസ് എനർജിയാണ് കേട്ടോ. വീണ്ടും ഒരു സുലഭമായ നിമിഷം എന്ന് പറയാം, ഏറ്റവും നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ആ വ്യക്തി നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. ഇമോഷണലി നിങ്ങൾ ആഗ്രഹിച്ചത് അവർ ഹോൾഡ് ചെയ്തുവെങ്കിൽ, അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ അവരൊരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എങ്കിൽ അത് മാറി നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടിയാണ് അവർ വരാൻ പോകുന്നത്. ടെമ്പറൻസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ തുടക്കം, പാസ്റ്റിലൊരു എടുത്തുചാട്ടമായിരുന്നുവെങ്കിൽ ഇനി ഇതൊരു ഉറച്ച തീരുമാനത്തോടു കൂടിയ ഒരു പുതിയ തുടക്കം തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കിടയിൽ എന്തായിരുന്നു പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നത്, ഒന്നിലധികം പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തടസ്സമായിട്ട്. ആ തടസ്സങ്ങളെ എല്ലാം അതിജീവിച്ച്, അല്ലെങ്കിൽ ആ തടസ്സങ്ങൾക്കിടയിലെല്ലാം ഒരു അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിലേക്ക് ഒരു റിയൂണിയൻ പ്രസൻസ് ഒരു വ്യക്തി കണക്റ്റഡ് ആക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫോർ ഓഫ് ഫണ്ട്സിൻ്റെ എനർജിയാണ്, സെലിബ്രേഷനാണ് കേട്ടോ നിങ്ങളിലേക്ക് വരുന്നത്. സൗഹൃദ ബന്ധമായിക്കോട്ടെ, ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, സിംഗിൾ എനർജിയിലായിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിക്കോട്ടെ, ഒരു സെലിബ്രേഷനാണ്. മതിമറന്ന ഒരു സന്തോഷത്തിൻ്റെയും കൂടിച്ചേരലിൻ്റെയും ഒരു തുറന്ന സംസാരത്തിൻ്റെയും ഒക്കെ ഒരു എനർജി. കാര്യങ്ങളെല്ലാം ക്ലാരിറ്റി വരുത്തുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട് നെഗറ്റീവായ സിറ്റുവേഷൻസിൽ ഇരയാക്കപ്പെട്ടു എന്നുള്ളൊരു ഫീലിങ്സിൽ നിങ്ങൾ സ്റ്റക്കാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങളെ വീണ്ടും അവർ വളരെ നല്ല രീതിയിൽ, അവരുടെ സാന്നിധ്യം തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഡിപ്രഷനിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കേട്ടോ. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് പുറത്ത് കടക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ആകുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ
ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് കാണുന്നത്. ഒരു ഹാപ്പി ഫാമിലി എനർജി ആഗ്രഹിച്ചുവെങ്കിൽ അതിനുള്ള ഒരു തുടക്കം, ഒരു പുതിയ ചുവടുവയ്പ് നിങ്ങൾക്കിടയിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. സ്ട്രെങ്ത് കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇമോഷണലി നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നു എങ്കിൽ അത് മാറുകയാണ് കേട്ടോ. ഒരു 2 ഫേസ് എനർജിയിൽ നിന്നും അവർ പുറത്ത് കടക്കുകയാണ്. അതായത് നിങ്ങളെ അവർ വാല്യൂ കൽപ്പിക്കുന്നു. അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വാല്യുബിൾ ആകുന്ന, അർത്ഥവത്താകുന്ന ഒരു സ്ഥാനം നൽകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങൾക്ക് താഴെയാണ്. അവരുടെ ചിന്തകളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും അവരുടെ എനർജി ആണെങ്കിലും ഒരു പിടി നിങ്ങൾക്ക് താഴെയാണ് എന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ അവർ ഇമോഷണലി കാണിച്ച ബൗണ്ടറി എന്ന് പറയുന്നത് അവർ ചെയ്ത ലോക തെറ്റായിട്ടാണ് അവർ കാണുന്നത്. അവർക്ക് അത്രയും വലിയൊരു അബദ്ധം ഇനി പറ്റാനില്ല എന്നത് അവർ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. 2 ഫേസ് എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അതായത് അവരുടെ ഉള്ളിലൊരു ഭയമുണ്ട്, നിങ്ങളെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക എന്നുള്ളത്. 2 ഫേസ് എനർജി എന്ന് പറയുമ്പോൾ അവർക്കുടെ മനസ്സിനകത്ത് വലിയ ഒരു കൺഫ്യൂഷനുണ്ട്. എന്താകും, എങ്ങനെയാകും, നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ അവർക്കൊരു ഇമോഷണലി ഒരു ചഞ്ചലിപ്പുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊക്കെ ജലസി ഉണ്ട്. അങ്ങനെ കുറച്ച് പ്രോബ്ലംസുകൾ അവർക്കിടെ ഇടയിലുണ്ട്. എങ്കിൽ പോലും അവരെ സംബന്ധിച്ച് കഴിഞ്ഞുപോയ നഷ്ടബോധം വളരെ ശക്തമായിട്ടാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു റീയൂണിയൻ കൂടിച്ചേരുക, കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുക എന്ന് ചിന്തിക്കുമ്പോഴും നിങ്ങൾക്കിടയിൽ തടസ്സങ്ങളില്ലാതെ വളരെ സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻസുകൾ അവർ മിസ്യൂസ് ചെയ്തു. അത് അവർ ഉപയോഗിച്ചില്ല എന്നുള്ളത് അവരെ വല്ലാതെ ഇപ്പം തളർത്തുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്തത്, നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്തത്, അവരെത്രത്തോളം നിങ്ങളെ അവഗണിക്കുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും നിങ്ങളതെല്ലാം ചിന്തിക്കാതെ അല്ലെങ്കിൽ അതിനെ ഒന്നും പരിഗണന കൊടുക്കാതെ നിങ്ങൾ അവരിലേക്ക് ഫോക്കസ് ചെയ്ത് അവരെ വല്ലാത്ത നല്ല വളരെയധികം ശക്തമായിട്ട് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അവരുടെ കുറവുകൾ, അവർ നിങ്ങളെ അപമാനിച്ചാൽ പോലും അത് നിങ്ങൾ സീരിയസ് ആക്കി എടുക്കുകയോ അതിനകത്ത് നിന്ന് നിങ്ങൾ ഒരു ബൗണ്ടറി ഇടുകയോ ഒന്നും ചെയ്യാതെ നിങ്ങൾ അവരെ പ്രഷ്യസ് ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പോയിരുന്ന കാര്യങ്ങളെല്ലാം അവർ വളരെ ചിന്തിക്കുന്നുണ്ട്. അതിലവർക്ക് ദുഃഖമുണ്ട്. പ്രതിസന്ധികളില്ലാത്ത സമയത്ത് അവർ നിങ്ങളുടെ റിലേഷനിൽ പ്രതിസന്ധി ക്രിയേറ്റ് ചെയ്ത്, അവരാണ് പ്രതിസന്ധികൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പം ആ ഒരു പ്രതിസന്ധി അവർ ക്രിയേറ്റ് ചെയ്തത് അവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള ഒരു ചിന്തയുടെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ അവർ നിലനിൽക്കുന്നത് ഉറച്ച ഒരിടത്താണ്. അവർക്കൊരു പതർച്ച വരില്ല, അവർക്കൊരു വീഴ്ച വരില്ല, കുറ്റബോധം തോന്നേണ്ടി വരില്ല എന്നൊക്കെയുള്ള ശക്തമാകുന്ന ചില തോന്നലുകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്തകളാണ് അവർ നിങ്ങൾക്കിടയിൽ കൂടുതലായിട്ട് സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളെ അവഗണിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ എത്രത്തോളം അവരെ ഫോക്കസ് ചെയ്തോ അത്രത്തോളം നിങ്ങളെ അവർ അവഗണിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതൊക്കെ ഇപ്പോൾ ഓർത്തവർ ദുഃഖിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു പക്ഷേ ചിലരൊക്കെ ഒരു ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ, ഒരുപാട് അകലെയാണ് എങ്കിൽ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ടെലിപ്പതി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്കും അവരിലേക്കും കണക്റ്റഡ് ആകുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു സ്വപ്ന ദർശനം പോലെയോ മറ്റു ഫീലിങ്സുകൾ പോലെയോ ഒക്കെ അതിൻ്റെ ഒരു എനർജി എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം ഒരു കാത്തിരിപ്പാണ്. ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളത്. അതായത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, നിങ്ങൾ ഉപേക്ഷിച്ചോട്ടെ, നിങ്ങളുടെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റീസുമായിട്ട് ഒരു അവസരം ചോദിച്ച് വരിക എന്നത് തന്നെയാണ് അവർ വല്ലാതെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവരിപ്പോൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് അവർ സ്റ്റിൽ വെയിറ്റിംഗ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ശരിക്കും അവർക്കൊരു റീയൂണിയൻ പ്രസൻസ്, പോസിറ്റീവ് ആകുന്ന നിറഞ്ഞ മനസ്സോടെയുള്ള ഒരു റീയൂണിയൻ പ്രസൻസ് അവർ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ശരിക്കും നിങ്ങളുടെ ഒരു ചിന്തകൾ അവരെ ഇങ്ങനെ പിന്തുടരുന്നു.
അവരെത്ര മാറാൻ ശ്രമിച്ചിട്ടും അവർക്ക് മാറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ നിങ്ങളോടുള്ള അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഫീലിങ്സിലേക്ക് നോക്കുമ്പം അൺകണ്ടീഷണൽ ലവ് ആണ്. ഹാർട്ട് ബ്രോക്കൺ അല്ലെങ്കിൽ ഇതിനകത്ത് ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റിയൊക്കെ മാറി ഒരു അൺകണ്ടീഷണൽ ലവിലേക്ക് വന്നിരിക്കുന്നത്. അതായത് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിനെയും വെല്ലുവിളികളെയും എല്ലാം അതിജീവിച്ച് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയിലേക്ക് വരണമെന്ന് ചിന്തിക്കുന്നുണ്ട്. 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ സന്തോഷം എവിടെ നഷ്ടപ്പെട്ടു? അവർക്ക് എന്തൊക്കെയോ ലോസ് സംഭവിക്കുന്നു. മനസ്സമാധാനമില്ലാത്തൊരവസ്ഥയാണ്. കാരണം മുമ്പിലുണ്ടായിരുന്ന ചില ഓപ്പർച്യൂണിറ്റീസുകൾ, ചില സിറ്റുവേഷൻസുകളെല്ലാം അവരെ സംബന്ധിച്ച് അവരുടെ കണ്ണ് കെട്ടിക്കളഞ്ഞു. അതിലൂടെ അവർക്ക് പലതും നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റാതെ പലതും നഷ്ടപ്പെട്ടു എന്നതെല്ലാം അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ മൂല്യമുള്ള വാല്യബിളായ ഒന്ന് നിങ്ങൾ തന്നെ ആയിരുന്നു എന്നുള്ളതും ഇന്ന് നിങ്ങളൊരു സ്ട്രോങ് എനർജിയിലാണെന്നുള്ളതും, അതായത് നിങ്ങളൊരു വീഴ്ചയിലല്ല, തളർച്ചയിലല്ല, നിങ്ങൾ പവർഫുള്ളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജഡ്ജ്മെൻറ്റ്, ന്യായം നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ അവർ വിലപിക്കുകയാണ്. ഒരു സമയത്ത് നിങ്ങൾ എത്രത്തോളം കരഞ്ഞോ അത്രത്തോളം അവരെ ഇന്ന് കരയുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും മറ്റൊരു തേർഡ് പാർട്ടി പ്രസൻസ് നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടായിരുന്നു. നിങ്ങളിൽ ചിലരൊക്കെ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഒരു ട്രാവലിങ്ങിൻ്റെ പ്രസൻസ്, അതായത് നല്ലൊരു ലോങ് ഡിസ്റ്റൻസ് എനർജി പ്രസൻസ് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി പ്രസൻസും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ റിയാലിറ്റി ആവാൻ പോകുന്നു. അവരുടെ ചില ആഗ്രഹങ്ങൾ അവർക്ക് തിരിച്ച് കിട്ടണമെന്നുള്ള ഒരു ദൃഢനിശ്ചയവും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വിശ്വസിച്ചതിൻ്റെ അത്രയും നിങ്ങളെ അവർ മിസ്യൂസ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ശരിക്കും അവർക്ക് ഇപ്പോൾ ഒരു കുറ്റബോധമാണ്. ചെയ്തു പോയ എല്ലാ കാര്യത്തെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്.